ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള അവസരം ലഭിച്ചതോർത്ത് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. Thank God that we got this opportunity once again to worship the Lord in spirit and in truth. Thank you, brother, for those words from the Word of God, showing us what is blessedness as per Psalm 1. ഭാഗ്യവാന്റെ ആ പദവി അവസ്ഥ എങ്ങനെയാണ് ദൈവവചനം അത് വ്യക്തമായിട്ട് നമ്മോട് അറിയിക്കുന്നത് ഒന്നാം സങ്കീർത്തനത്തിലൂടെ കാണുവാൻ സാധിച്ചു. Let us lead a blessed life as the word of God teaches us. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ട സന്ദേശം ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചായിരുന്നു. റിഗാർഡിങ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവഹിതം. അത് നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നും നാം കേട്ടു. അത്തരത്തിലുള്ള മറ്റൊരു പദം അല്ലെങ്കിൽ മറ്റൊരു വാക്ക് ആണ് ഞാൻ ഇന്ന് ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വാക്ക് മാത്രമല്ല, അതിൽ കുറച്ച് ആഴത്തിൽ എൻ്റെ മനസ്സിൽ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ തന്ന ചിന്ത ഒന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ചില വാക്യങ്ങളിലൂടെ. ആമുഖമായിട്ട് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പരിചയമുള്ള 1-2 വാക്യങ്ങൾ ആമുഖമായിട്ടാണ് വായിക്കുന്നത്. അത് എൻ്റെ ചിന്തയുടെ ഭാഗമല്ല, എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ചിത്രം ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ്. വെൽക്കം ടു Psalm 118 verses 8 and 9. 118-ാം സങ്കീർത്തനം അതിൻ്റെ 8-9 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു ഇംഗ്ലീഷിൽ. It is better to take refuge in the Lord than to trust in man. It is better to take refuge in the Lord than to trust in princes. മലയാളത്തിൽ ഒന്ന് വായിക്കാം. ദൈവനാമത്തിന് മഹത്വം. വളരെ പരിചയമുള്ള, നാം എപ്പോഴും ആവർത്തിച്ച് വായിക്കുന്ന ദൈവാശ്രയത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 2 വാക്യങ്ങളാണ് 118-ാം സങ്കീർത്തനം. ട്രസ്റ്റിംഗ് ദ ലോർഡ്, ദൈവാശ്രയം. അതിനെക്കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ചയിലും നാം ചിന്തിച്ച വിഷയം തന്നെയാണ്, ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ്. എന്നാൽ ഈ നാളുകളിൽ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം നഹൂമിൻ്റെ പുസ്തകമാണ്, നഹൂം പ്രവാചകന്റെ പുസ്തകം. അവിടെ ഒരു വാക്യം എന്നെ പ്രത്യേകമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. I focused on this one verse from the book of Nahum, chapter 1, which I am going through these days. And this one verse really touched my heart regarding the trust or refuge. ആശ്രയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ ശരണപ്പെടുന്നതിനെ കുറിച്ചുള്ള ഈ ഒരു വാക്യം വളരെ എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു വാക്യമാണ്. നഹൂം ചാപ്റ്റർ 1 and verse 7, അതിലേക്കാണ് നാം കടന്നു വരുന്നത്. നാം വായിച്ച 2 വാക്യങ്ങൾ അവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എല്ലാറ്റിലും നല്ലതാണ് എന്ന് നാം വ്യക്തമായിട്ട് വായിക്കുന്നു. We understand very clearly from Psalm 118 that trusting in the Lord is the best option, no doubts. We can say words and words about that particular thing. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ നഹൂമിന്റെ ഈ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച് അവിടെ നാം ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു. The Lord is good, a stronghold in the day of trouble, and he knoweth them that trust in him. മലയാളത്തിൽ ഒന്ന് വായിച്ച് സഹായിച്ചാലും. കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവനാമത്തിന് മഹത്വം. നാം അവിടെ വായിക്കുന്ന 2-ാം ഭാഗത്ത്, second part, we read like this: the Lord knows them that trust in him. The Lord knows them, those people who trust in God. അവങ്കൽ, കർത്താവിങ്കൽ തങ്ങൾ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. അതൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അതാണ് എൻ്റെ മനസ്സിൽ ക്രിയ ചെയ്തത്. ഞാൻ ശ്രദ്ധിച്ച ആ ഒരു പദം, ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ അറിയുന്നു. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിപ്പിക്കുന്നവരാണ്. 118-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ച വാക്യങ്ങൾ ദൈവാശ്രയത്തിന്റെ പ്രാധാന്യം നമ്മെ വിളിച്ചറിയിക്കുന്ന വാക്യങ്ങളാണ്. Very clearly we understand the importance of trusting in God. We do trust in God at different circumstances in our lives.
all things are good. But here we read another very critical truth about trust of God, or trusting in God. That is this: God knows those who trust in Him. That is a very specific knowledge. ഈ ഒരു ജ്ഞാനം, ദൈവത്തിന്റെ അറിവ് നമ്മെ സംബന്ധിച്ച് നാം അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് ഉത്തേജനം നൽകുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു വസ്തുതയെ കൂടിയാണ്. Just to trust Him more, keep trusting Him. This truth would definitely help us. എന്താണ്? അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം സ്വയം നന്നായി അറിയുന്നു. അവിടെ ദൈവത്തെക്കുറിച്ച് നാം വായിച്ച തുടക്കത്തിൽ വായിക്കുന്നത് ദൈവം നല്ലവൻ എന്ന് വായിക്കുന്നു. ഇന്ന് ആരാധനയിലും നാം അത് തന്നെയാണ് സങ്കീർത്തനത്തിൽ വായിച്ചത്. ദൈവം നല്ലവനാണ്, അവൻ കഷ്ട ദിവസത്തിൽ ശരണമാകുന്നു. അങ്ങനെയുള്ള ദൈവം തന്നെയാണ്. ദൈവത്തെക്കുറിച്ച് അനേക ഗുണവിശേഷങ്ങൾ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം ഈ ഒരു കാര്യം അറിയുന്നു. God knows this particular thing, that do I trust Him or not? ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? അല്ലെങ്കിൽ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുവാൻ ശ്രമിക്കുമ്പോൾ എന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. As I try to trust God, as I just believe and try to focus on God, as I get from God, God is knowing my heart. എൻ്റെ ഹൃദയം അറിയുന്ന, എൻ്റെ ആശ്രയത്തിന്റെ അളവ് അറിയുന്ന, level of my trust is known by God. എന്താണ് അതിന്റെ അർത്ഥം? What is the meaning of this? That God understands that I trust in Him. God knows that I trust in Him or not. എന്താണ് അതിന്റെ അർത്ഥം? അത് വളരെ ലളിതമായിട്ട് ചില വാക്യങ്ങൾ വചനത്തിലൂടെ എടുത്ത് മാത്രം പറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില വാക്യങ്ങൾ നമുക്ക് എടുത്ത് വായിക്കാം. വാട്ട് ഈസ് ദ മീനിങ് that God understands my trust? എൻ്റെ ഈ ദൈവാശ്രയത്തെ കുറിച്ച് ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ എന്തറിവാണത്? ദൈവം പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. 31-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 31-ാം സങ്കീർത്തനം, Psalm 31 and verse 7. There we see God knows certain things there. There we see, I will be glad and rejoice in thy mercy, for thou hast considered my trouble, thou hast known my soul in adversities. നാം മലയാളത്തിൽ എങ്ങനെ വായിക്കുന്നത്? നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണ സങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രാണ സങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. You have considered my trouble and you know my soul in adversities. You know my soul in adversity. എൻ്റെ പ്രാണ സങ്കടങ്ങളെ നീ അറിഞ്ഞിരിക്കുന്നു. നമുക്ക് എപ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരിക? When do we need to specifically trust in God? When we are in an adversity situation, when we are in trouble, when we have a problem, that is when we have to actually work out trusting in God. അവിടെയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. അപ്പോൾ ദൈവം അറിയുന്ന ഒരു വസ്തുത എന്താണ്? എൻ്റെ പ്രാണസങ്കടങ്ങളെ, പ്രാണസങ്കടം എന്ന് വെച്ചാൽ അതൊരു ആഴമുള്ള വാക്കാണ്. He knows my soul in its adversities എന്ന് പറയുമ്പോൾ മറ്റാർക്കും കാണുവാൻ കഴിയാത്ത, മറ്റാരോടും വ്യക്തമാക്കുവാൻ കഴിയാത്ത, വാക്കുകളിലൂടെ ചിലപ്പോൾ വർണ്ണിക്കുവാൻ കഴിയാത്ത the things, the troubles, the adversities which I cannot explain with my words, those things my God knows. അപ്പോൾ നഹൂം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഈ വാക്യശകലം വായിച്ചപ്പോൾ God knows those who trust in Him എന്ന് പറയുമ്പോൾ, ഞാൻ ആ സങ്കടത്തിലായിരിക്കുമ്പോൾ, ഞാൻ ആ അവസ്ഥയിലായിരിക്കുമ്പോൾ, ദൈവത്തെ ആശ്രയിക്കുവാൻ എൻ്റെ മനസ്സ് ഉയരുമ്പോൾ, ആ അവസ്ഥ കർത്താവ് അറിയുന്നു. എൻ്റെ വേദനയുടെ അവസ്ഥ കർത്താവ് അറിയുന്നു. എൻ്റെ ആ സങ്കടത്തിന്റെ അവസ്ഥ കർത്താവ് അറിയുന്നു. ആ സങ്കടങ്ങൾ കർത്താവ് അറിയുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? എൻ്റെ ആ ആശ്രയം തുടങ്ങുന്നത് കർത്താവിന് നന്നായിട്ട് അറിയുവാൻ സാധിക്കും. Since God knows very clearly a detailed view of my adversities, of my problems, of my troubles, God knows, is my trust starting there or not? മറ്റാർക്കും അറിയുവാൻ സാധിക്കാത്ത അവിടെ എത്ര ഡിലേ വരുന്നുണ്ട്? How much time am I taking to trust in God? എനിക്കൊരു പ്രശ്നമുണ്ട്,
ഞാനൊരു കഷ്ടതയിലാണ്, എനിക്കൊരു രോഗമുണ്ട്, എനിക്കൊരു ദുഃഖമുണ്ട്, എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു ജീവിത തീരുമാനമെടുക്കാനുണ്ട്, അവിടെ ആ അവസ്ഥ ദൈവം അറിയുന്നത് കൊണ്ട് ഞാൻ അറിയുന്നു. കാരണം എനിക്കാണ് ആ അവസ്ഥ വരുന്നത്, വ്യക്തിപരമായിട്ട് ഞാൻ അറിയുന്നു. അതേ അവസ്ഥ എന്നെക്കാട്ടിലും നന്നായിട്ട് ദൈവം അറിയുന്നത് കൊണ്ട് ഞാൻ അവിടെ ആശ്രയിക്കുവാൻ തുടങ്ങുന്നുണ്ടോ ഇല്ലെന്നുള്ളത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുന്നു. സിൻസ് ഗോഡ് നോസ് ദിസ് പ്രോബ്ലം ഓഫ് മൈൻ, ഓഫ് മൈ സോൾ വെരി ക്ലിയർലി, ആസ് ഐ നോ ഓർ ഈവൻ ബെറ്റർ ദാൻ മീ, God knows am I starting to trust in him then and there in that moment. ഞാൻ അവിടെ ഡിലേ ആവുന്നുണ്ടോ, താമസിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവം അറിയുന്നു. നഹൂമില് നാം വായിച്ചത് he knows those who trust in him. അവനിൽ തങ്ങൾ ആശ്രയിക്കുന്നവർ അവൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ അവസ്ഥ കർത്താവ് അറിയുന്നത് കൊണ്ട് ആ അവസ്ഥയുടെ അതേ നിമിഷം ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്ന് ദൈവം നന്നായി അറിയുന്നു. അടുത്ത ഒരു വാക്യത്തിലേക്ക് നമുക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം പരിചയമുള്ള മറ്റൊരു ഭാഗമാണ്. വെളിപ്പാട് 2-ന്റെ 4-ാം വാക്യം ഒരു സഭയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് 2-ാം അധ്യായം. I have somewhat against thee because thou hast left thy first love. എഫെസോസിലുള്ള സഭയോട് ദൈവം പറയുകയാണ്. ദൈവത്തിന്റെ മറ്റൊരു അറിവ് ഇതാണ്. God knows this about me individually. എന്നെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം, എന്റെ സഭയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. God knows this about me, about my church assembly, about my family, whichever aspect we want to take, we can take it there. God knows the status of my love for him. എന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഇന്നത്തെ നിലവാരം കർത്താവിന് അറിയാം. God knows the status of my love for him now, today, this moment. അതാണ് എഫെസോസിനോട് പറയുന്നത്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം ഓർക്കുക. എഫെസോസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. വെരി വെരി ഗുഡ് ചർച്ച്, ഗുഡ് അസംബ്ലി. They had lot of good qualities, patience, working hard for the Lord, doing all good things. എന്നാൽ ദൈവം അവരെ കുറിച്ച് അറിയുന്നത് നിന്റെ ആദ്യ സ്നേഹത്തിൽ പ്രശ്നമുണ്ട്. നിന്റെ ആദ്യ സ്നേഹമല്ല ഇന്ന് നിനക്ക് എന്നോടുള്ള സ്നേഹം. എന്തുകൊണ്ടാണ് ഈ വാക്യം പ്രാധാന്യമുള്ളത്? നാഹൂം പറയുന്നത്, നാം വായിക്കുന്നത്, he knows those who take refuge in him. ദൈവത്തിൽ ആശ്രയമുണ്ട് എന്ന് പറയുകയും ദൈവ സ്നേഹത്തിൽ ആ അളവിൽ ഒരു കുറവ് വരുമ്പോൾ അവിടെ പ്രശ്നമാണ്. ഇറ്റ് ഡസന്റ് മാച്ച്. ദൈവത്തിന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ എനിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നാം മാനസികമായിട്ട് ആദ്യം ആശ്രയിക്കുന്നത് ആ വ്യക്തിയായിരിക്കും. അങ്ങനെയല്ലേ? In this world, if we love someone, if some trouble comes in, we generally trust that person first. We go to that loving person first. If we love that person, we go to that person and share things. അതാണ് സംഭവിക്കുന്നത്. ദൈവം പറയുന്നു, നിന്റെ ആദ്യ സ്നേഹത്തിൽ കുറവുണ്ട്. ആദ്യ സ്നേഹമല്ല നീ കാഴ്ചവെക്കുന്നത്, അത് ഞാൻ അറിയുന്നു. ഐ നോ ദിസ്. എഫെസോസിനോട് പറയുന്നു, ഇന്ന് നമ്മോടും പറയുന്നു. വ്യക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കാം. We can take this individually also. We can take this as an assembly. We can take this as families. എന്താണ് ദൈവം പറയുന്നത്? നിന്റെ ആദ്യ സ്നേഹം അതുപോലെയല്ല ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നത്. എന്തോ വ്യത്യാസമുണ്ട്. എന്താണ് ആദ്യ സ്നേഹം? വാട്ട് ഈസ് ദിസ് ഫസ്റ്റ് ലവ് ഓൾ അബൌട്ട്? ആദ്യ സ്നേഹം എന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നാം ഒക്കെയും ഇപ്പോൾ ഓർക്കുവാൻ സാധിക്കും. നാം നമ്മുടെ കർത്താവിനെ, our brother just told that he believed in the Lord Jesus Christ in the year 2014. Am I right, brother? 2014. We also remember the month, the date, the time sometimes. ആ സമയത്ത് ദൈവത്തോടുണ്ടായ വാഞ്ചയും സ്നേഹവും ഒന്ന് ഓർത്തെടുത്താൽ മതി. വചനത്തെക്കുറിച്ച് അധികം അറിഞ്ഞുകൂടാ, അധികം വചന പരിജ്ഞാനം നമുക്കില്ല, അധികം വാക്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ, പ്രസംഗിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. We don't know a lot of things about God. But that moment we had a love towards God. God knew that connection and love. ആ ആദ്യ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ ദൈവം പറയുന്നത്. God knows them that trust in him എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ വെറുതെ വാക്കും കൊണ്ട് പറഞ്ഞാൽ പോരാ ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നു എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോടുള്ള സ്നേഹം
അതിലൊരു കുറവും വരുവാൻ പാടില്ല. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യം. Matthew's Gospel chapter 6 and verse 8. There we see the third thing God knows about me, about us. മൂന്നാമത്തെ കാര്യം, be not ye therefore like unto them, for your Father knows what things ye have need of before ye ask of him. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ ആരറിയുന്നു? നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പോൾ ദൈവം എൻ്റെ ആശ്രയത്തെ കുറിച്ച് അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവിന്റെ ആവശ്യങ്ങൾ അറിയുന്നു. God knows beforehand what I need. അതാണ് ദൈവത്തിന് എൻ്റെ ആശ്രയത്തെ കുറിച്ച് അറിയുന്നത്. എങ്ങനെയാ അത് സാധിക്കുന്നത്? ഒരു പിതാവിന് തന്റെ മകന് ഈ ലോകപരമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പലപ്പോഴും ആ മകൻ പറയുന്നതിന് മുമ്പ് തന്നെ അത് ഗണിച്ചറിയുവാൻ സാധിക്കും, മനസ്സിലൂടെ അറിയുവാൻ സാധിക്കും. ലോകപരമായിട്ട് അതൊരു പിതാവിനും മാതാവിനും സാധിക്കുമെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായിട്ടുള്ള പിതാവ് ഇങ്ങനെ പറയുകയാണ്, I know things you are going to ask, what you need before you ask. എങ്ങനെയാ അത് അറിയുന്നത്? എനിക്ക് ദൈവത്തിൽ ആശ്രയം വേണം. ആ മകന്, ആ മകളിന്, ആ പിതാവിനോടോ മാതാവിനോടോ ഒരു ആശ്രയം വേണം. ദൈവത്തോട് ചോദിക്കുവാനുള്ള ഒരു ആഗ്രഹം വേണം. ദൈവസന്നിധിയിലേക്ക് പോകുവാനുള്ള ഒരു തുടക്കം വേണം. പോകേണ്ട ആവശ്യം പോലുമില്ല. തുടക്കം ദൈവം അറിയുന്നു. God knows my need. Only if I am depending on him, only if I am trusting on him. When we read Nahum chapter 1 verse 7, God knows those who trust in him. We understand this particular fact. God knows the needs also of that person. ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ അവനേക്കാൾ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദൈവം ആ ആശ്രയത്തെ കുറിച്ച് അറിയുന്നത്. അവന് ആവശ്യങ്ങൾ എന്റെ മുൻപാകെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം അറിയുന്നു. God knows that this person is willing to bring this need to me in prayer. God knows that he desires my help in this particular issue. God knows this thing. അതാണ് ദൈവാശ്രയം എന്ന് നാം മനസ്സിലാക്കേണ്ട വസ്തുത. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ദൈവം അറിയുന്ന മറ്റൊരു വസ്തുത എന്നെ കുറിച്ച്, ദൈവത്തിൽ ഉള്ള ആശ്രയം ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്ന 4-ാമത്തെ ഒരു കാര്യം നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഇയ്യോബ് 1:8. And the Lord said unto Satan, Hast thou considered my servant Job, that there is none like him in the earth, a perfect and upright man, one that feareth God and escheweth evil. അത് മലയാളത്തിൽ ഒന്ന് വായിക്കാം. അവനെ പോലെ നിഷ്കളങ്കനും നേരിടുള്ളവനും ദൈവഭക്തനും ദോഷം ചിന്തകനും ദൈവനാമത്തിന്റെ മഹത്വം. ഇവിടെ ദൈവം സാത്താനോട് വളരെ ശക്തമായിട്ട് പറയുകയാണ്. വെരി സ്ട്രോങ്ലി ഗോഡ് ഈസ് ടെല്ലിംഗ് Satan about Job, the character of Job. ഇയ്യോബിന്റെ ആ സ്വഭാവത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. എന്താണ്? അവൻ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്. ആ സ്വഭാവം ദൈവം ഈ സാത്താനോട് വ്യക്തമായിട്ട് എടുത്തു പറയുകയാണ്. ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന്റെ അറിവിതാണ്. അവൻ നേരുള്ളവനാണ്, അവൻ നിഷ്കളങ്കനാണ്. അല്ലെങ്കിൽ ചുരുക്കത്തിൽ അവന്റെ സ്വഭാവം എനിക്കറിയാം. God knows the character of Job. That is what is he explaining to Satan. അതാണ് സാത്താനോട് പറയുന്നത്. ഇവിടെ നഹൂമിന്റെ പുസ്തകത്തിൽ നാം വായിച്ചത്, he knows those who trust in him. അവനിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ ഈ അറിവും ദൈവത്തിന് ഉണ്ട്. God knows this thing about people who trust in him. എന്താണ് അറിയുന്നത്? ആ ആൾക്കാരുടെ, ആ വ്യക്തികളുടെ സ്വഭാവം ദൈവത്തിന് അറിയാം. എന്ത് സ്വഭാവം? ഇയ്യോബിനെ കുറിച്ച് അറിയാം. അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു എന്നറിയാം. അതിന്റെ മറുവശം എന്താണ്? നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ശ്രമിക്കുന്നു. ദൈവാശ്രയകൾ ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് നാം പ്രസംഗിക്കുന്നു, അങ്ങനെ നാം ജീവിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അവിടുത്തെ ഒരു ചാലഞ്ച് എന്താണ്? വാട്ട് ഈസ് ദ ചാലഞ്ച് there? Yes, we have to trust God, but God knows this about me. God knows my character. If my character is not like Job,
If my character is not perfect and upright, then there is a problem. There is a problem in that trust. There is a problem in the quality of that trust. ആ ആശ്രയത്തിന്റെ നിലവാരത്തിൽ ഒരു പ്രശ്നമുണ്ട്. ദൈവം ആ വ്യക്തിയുടെ ആശ്രയം അറിയുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം ദൈവം അറിയുന്നു. നിഷ്കളങ്കതയില്ലാതെ കപടതയോടെ മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി, ലോകത്തെ കാണിക്കുവാൻ വേണ്ടി നശ്വരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ പോയി ലോകപരമായിട്ടുള്ള ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് ഭോഷത്വമാണ്. If anyone tells who has no character, who is not leading an upright life, who is not leading a perfect life, who is not leading according to the word of God, as we heard, who is not leading a blessed life, if he says that I am trusting God or I want to trust God, there is a problem. God knows your character. God knows the quality of your trust. നിങ്ങളുടെ ആശ്രയത്തിന്റെ നിലവാരം ദൈവം അറിയുന്നു. God knows who trust in him. അടുത്തതായിട്ട് നമുക്ക് ഒരു ഭാഗം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യം. John's Gospel chapter 10 and verse 14. 10-ാം അധ്യായം 14-ാം വാക്യം വളരെ പരിചയമുള്ള ഭാഗമാണ്. I am the good shepherd and know my sheep and am known of mine. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അനേക കാര്യങ്ങൾ ആ വാക്യത്തിലുണ്ടെങ്കിലും അവിടെ ആ വാക്യശകലത്തിൽ ഇടയ്ക്ക് നാം വായിക്കുന്നത് I know my sheep. എനിക്ക് എൻ്റെ ആടുകളെ എന്തറിയാം? വ്യക്തമായിട്ട് അറിയാം. I know my sheep. It's not a simple thing. Shepherd knows his sheep. That also has another meaning. Shepherd knows who are not his. അവൻ്റേതല്ലാത്തവരെയും ഇടയന് നന്നായിട്ട് അറിയാം. വളരെ ഭയാനകമായിട്ടുള്ള, നമ്മെ വിറപ്പിക്കേണ്ടിയ, നമ്മളെ ശ്രദ്ധിക്കേണ്ടിയ, വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടിയ ഒരു വാക്യമാണ്. വെരി സീരിയസ് തിങ്. ഐ നോ മൈ ഷീപ്പ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് അറിയാം തൻ്റെ ആടുകളുടെ സ്വഭാവം നമുക്കറിയാം. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഷീപ്പ്? Completely they depend on shepherd. Completely they trust on their shepherd. They have absolutely nothing of themselves. അവരിൽ തന്നെ ആശ്രയിക്കുവാൻ യാതൊന്നുമില്ലാത്തവരാണ് ഈ ആട്ടിൻകൂട്ടം. ഒരു റോഡിലൂടെ പോകുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ അപകടം എവിടെയാണെന്ന്. അവർക്ക് ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു ആട് അവിടെ വീണ് കഴിഞ്ഞാൽ എല്ലാ 100 എണ്ണം ഉണ്ടെങ്കിൽ 100 എണ്ണം അതിൽ തന്നെ വീഴും. ആ ഇടയന്റെ കോല്, ഇടയന്റെ വടി, ഇടയന്റെ ഡയറക്ഷനിലൂടെ മാത്രമാണ് ഈ ആടുകൾ സഞ്ചരിക്കുന്നത്. ദൈവം നഹൂമിന്റെ ആ പുസ്തകത്തിൽ പറയുന്നത്, എനിക്ക് എന്നിൽ ആശ്രയിക്കുന്നവരെ അറിയാമെന്ന് പറയുമ്പോൾ എൻ്റെ ആടുകളെ എനിക്കറിയാം എന്നാണ് അതിന്റെ അർത്ഥം. എൻ്റെ ആടുകൾ ആരാണെന്ന് എനിക്കറിയാം. ആടുകളെ പോലെ പെരുമാറുന്ന ആരാണെന്ന് എനിക്കറിയാം. ചെന്നായകളെ എനിക്കറിയാം. If I know my sheep, I know the wolves also. I know who are not my sheep. എൻ്റെ ആടുകൾ അല്ലാത്തവരെ എനിക്കറിയാം. എന്നാൽ എൻ്റെ ആടുകളാണ് എന്നിൽ ആശ്രയിക്കുന്നവർ. My sheep would definitely trust in me. Those are not my sheep. They will not trust in me. അത് അവിടെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. Something which is related to this particular verse. 2 Timotheus 2-ാം അധ്യായം 19-ാം വാക്യം. 2 Timothy chapter 2 and verse 19 also speaks on this particular truth. They will read like this. Nevertheless, the foundation of God stands sure, having this seal, the Lord knoweth them that are his. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഊന്നൽ കൊടുത്ത് പറയുകയാണ്. God ഈ അടിസ്ഥാനം ഇട്ട് പറയുകയാണ്. God knows those are his. ദൈവത്തിനെ കബളിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. We can fool men perhaps. ഒരു പരിധിവരെ നമുക്ക് മനുഷ്യരെ കബളിപ്പിക്കുവാൻ സാധിക്കും. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന എത്ര പേരുണ്ട് എന്ന് നമുക്ക് എണ്ണം അറിഞ്ഞുകൂടാ. എന്നാൽ 50 പേരുണ്ടെങ്കിൽ ആ 50 പേരെ ദൈവത്തിന് അറിയാം എനിക്കുള്ളവരാണോ അതോ അല്ലയോ എന്നുള്ളത്. We cannot fool God. ദൈവത്തിൽ ആശ്രയമുള്ളവരെ ദൈവത്തിന് അറിയാം എന്നതിന്റെ അർത്ഥം ഇതാണ്. God knows who are his. അത് മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. Finally we'll read John's Gospel chapter 10 verses 26 and 27. Another familiar verse regarding the sheep and the shepherd.
They will read like this: My sheep hear my voice, and I know them, and they follow me. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അറിയുന്നു എന്ന് നാം ചിന്തിക്കുകയായിരുന്നു. God knows us, that we were just seeing through various verses. നാഹൂമിൽ നമ്മൾ വായിച്ചത്, അവങ്കൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. ദൈവത്തിൽ സത്യസന്ധമായി ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ദൈവം അറിയുന്നു. അതിന്റെ വിവിധ തലങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? What do we actually mean by trusting then? ദൈവാശ്രയത്തിന്റെ അർത്ഥം എന്താണ്? അനേക വാക്കുകൾ നമുക്ക് പറയുവാൻ സാധിക്കും. We may say a lot of words regarding trusting or trusting in God. എന്നാൽ ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രണ്ട് ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. Just two very simple things based on these words. What is that? We read, My sheep hear my voice. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ? Beloved, can we hear God's voice? When was the last time I heard or we heard God's subtle voice? ദൈവത്തിന്റെ ആ മന്ദമായിട്ടുള്ള ആ മെല്ലെയായിട്ടുള്ള ശബ്ദം അവസാനമായിട്ട് എന്നാണ് ഞാൻ കേട്ടത്? വ്യക്തിപരമായിട്ട് ഞാൻ എന്നാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടത്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. My sheep would hear my voice. അതാണ് തുടക്കം. That is the beginning of trust. That is the beginning of trust. I know them. ദൈവം അറിയുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. I am not explaining on that. അവസാനത്തെ ഭാഗം ഇങ്ങനെ പറയുന്നത്, അവരെന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? When they hear my voice, what they do? They follow me. അവിടെ വായിക്കുന്നത്, അവരെന്റെ ശബ്ദം കേൾക്കുക എന്ന് മാത്രമല്ല, അവരെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ അനുഗമിക്കുന്നു. പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുന്നവരായിരിക്കാം. ഇപ്പോഴും നാം ദൈവശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ദൈവവചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചോദ്യം ഇതാണ്, അവനെ അനുഗമിക്കുന്നവരാണോ നാം? ആടുകളെ പോലെ ആർ വി ഫോളോയിങ് ഹിം ലിറ്ററലി, സ്പിരിച്വലി? നാം ദൈവത്തെ ഈ രീതിയിൽ അനുഗമിക്കുന്നുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ലളിതമായിട്ട് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ലേ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, ദൈവത്തെ അനുഗമിക്കുക. ജസ്റ്റ് ഹിയർ ഹിസ് വോയിസ് ആൻഡ് ഫോളോ ഹിം. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, നത്തിങ്. ഒരു ചോദ്യങ്ങളും ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ആടുകൾ അങ്ങനെ ചോദിക്കാറില്ല. അതാണ് ദൈവാശ്രയം. ആ ആശ്രയമാണ് ഇവിടെ നഹൂമില് നാം വായിച്ചത്, ദൈവം അറിയുന്നു. ഇറ്റ് ഈസ് സച്ച് ട്രസ്റ്റ് that Nahum said in verse 7, God knows. God knows those who trust in him is this meaning. They hear his voice and they follow him. നാം ചിന്തിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ. ദൈവം എന്തൊക്കെയാണ് നമ്മെക്കുറിച്ച് അറിയുന്നത്? God knows my situation. അവൻ എൻ്റെ പ്രാണ സങ്കടങ്ങളെ അറിയുന്നു. He knows my adversary. He knows my trouble very clearly. ദൈവം എൻ്റെ സ്നേഹത്തിന്റെ നിലവാരം അറിയുന്നു. God knows the status and level of my love towards him. ആദ്യ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവം നന്നായി അറിയുന്നു. ദൈവത്തിന് എൻ്റെ ക്യാരക്ടർ അറിയാം, എൻ്റെ സ്വഭാവം അറിയാം. ഞാൻ നേരുള്ളവനാണോ, നിഷ്കളങ്കനാണോ, അതോ കപടനാണോ എന്നുള്ളത് ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ അറിവ് എനിക്ക് വ്യക്തിപരമായിട്ട് അവനുള്ളവരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, നാം അവസാനം മനസ്സിലാക്കിയത് എന്താണ് ഈ ദൈവാശ്രയം? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, അവനെ അനുഗമിക്കുക. അതാണ് ദൈവത്തിലുള്ള ആശ്രയം, മറ്റൊന്നുമല്ല. There is no complications in trusting in God. There are no big words in trusting God. Just listen to him and follow him. No questions. Why? Just listen to him and follow him. ആ ആശ്രയം ദൈവം നന്നായി അറിയുന്നു. അതാണ് നാം നഹൂം 1:7 വായിച്ചത്. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. ആർക്കാണ് ദൈവം നല്ലവൻ? For whom is God good? For whom is God a very present help in trouble? For this person whom God knows, who trusts in him. ഈ വ്യക്തിക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് ദൈവം അറിയുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ദൈവം നല്ലവൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് ദൈവം അറിയുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ദൈവം ശരണമായിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാ പോരാ. ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്ന് ദൈവം അറിയണം, ദൈവം പറയണം. God should testify this regarding me, that I trust in him.
For such people, such individuals, God is good. For such individuals, God is a stronghold in the day of trouble. May the Lord help us to understand this trust of God, or trusting in God. ദൈവത്തിൽ ഇത്തരത്തിൽ ആശ്രയിക്കുവാൻ, ആശ്രയം ദൈവം വാലിഡേറ്റ് ചെയ്യുവാൻ, ദൈവം അതിനെ ശരിവെക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.